ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലെ പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര സത്യങ്ങൾ ഇപ്പം തന്നെ അറിയുമെന്നൊക്കെ വിചാരിച്ച് വക്കീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനെ വല്ലാതെ പൂട്ടിയിരിക്കുകയാണ് രഞ്ജിത. പക്ഷേ വക്കീലിന് സത്യങ്ങളൊന്നും സുമിത്രയോട് തുറന്നു പറയാനായിട്ട് സാധിച്ചില്ല. ആ ഒരു സങ്കടവും വക്കീലിനുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരിയാണല്ലോ തൻ്റെ ഭാര്യ. ഇനി രഞ്ജിത തൻ്റെ ഭാര്യയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നമാകുമെന്ന് നമ്മുടെ വക്കീലിനറിയാം. അപ്പോൾ സുമിത്ര നേരെ ഭയങ്കര നിരാശയോടുകൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും പിന്നിൽ രഞ്ജിതയാണെന്നും സുമിത്രയ്ക്ക് അറിയാം. അങ്ങനെ അവിടെ രഞ്ജിതയെ പൊളിച്ചെടുക്കുന്ന കുറേ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രഞ്ജിതേ, നീ ശരിക്കും ഭയന്നല്ലേ? നിനക്ക് ശരിക്കും പേടിയുണ്ടല്ലേ രഞ്ജിതേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജിത എടുത്ത് വായിക്കും. പേടിയോ? എനിക്കോ? എന്തിനു വേണ്ടി ഞാൻ പേടിക്കണം? പേടി എന്നുള്ളൊരു വാക്ക് എൻ്റെ നിഘണ്ടുവിൽ ഇല്ല സുമിത്രേ. ഈ രഞ്ജിതയ്ക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ നീ പേടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രഞ്ജിതേ. കാരണം നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും നിന്നെ വിട്ടു പോകുന്നുള്ളൊരു പേടി നിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ ഈ ഹോസ്പിറ്റലിലേക്ക് നീ ഓടിയെത്തിയതും വക്കീലിനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചതും. വക്കീല് പല സത്യങ്ങളും പറയാൻ വേണ്ടി തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ആ സമയത്ത് നീ ആക്സിഡൻറ്റ് ഉണ്ടാക്കി. പക്ഷേ ഇതൊന്നും സുമിത്ര വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട രഞ്ജിതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കര ഡയലോഗെല്ലാം അവിടെ കാച്ചുകയാണ്. അങ്ങനെ ഈ വക്കീലിൻ്റെ ഭാര്യയാണെങ്കിൽ വക്കീലിനോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വക്കീൽ ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പക്ഷേ ഭാര്യയ്ക്ക് പിന്നീട് സുമിത്രയോട് ഇത് പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ്. തൻ്റെ കുടുംബജീവിതം തകർന്നു പോകുമെന്നുള്ളൊരു പേടി ഈ ജയക്കുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ, എന്താണ് അച്ഛമ്മ ഇതുവരെ അമ്മ വരാത്തത്? എനിക്ക് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയണം, എന്നാൽ മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അമ്മ പല പ്രാവശ്യം പറഞ്ഞു സച്ചിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണമെന്നൊക്കെ. പക്ഷേ അതിനെല്ലാം ഞാനാണ് സമ്മതിക്കാതിരുന്നത്. പക്ഷേ ഇപ്പം അമ്മ പറയുന്നത് മുഴുവൻ സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശീതളം ആകെ സങ്കടപ്പെട്ട രീതിയിൽ ഈ സരസ്വതിയമ്മയോട് പറയുകയാണ്. പക്ഷേ അമ്മയെയും മകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ സരസ്വതി അമ്മ. അപ്പം സരസ്വതി അമ്മ, മോളെ ശീതളെ, ഞാൻ പറയുന്നത് കൊണ്ട് മോൾക്കൊന്നും തോന്നരുത്. മോളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും സുമിത്രയോട് പറയേണ്ട ആവശ്യമില്ല. അതെന്താ ചമ്മേ? ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും എനിക്ക് അമ്മയോട് പറയുമ്പോഴാണ് മനസ്സിലൊരു ആശ്വാസം കിട്ടുന്നത്. എനിക്കത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ആകെ ശ്വാസം മുട്ടൽ പോലെ ആയി പോകും. എൻ്റെ അമ്മയാണ് എൻ്റെ ആശ്വാസം. ആര് പറഞ്ഞു നിൻ്റെ അമ്മയാണ് നിനക്ക് ആശ്വാസമെന്ന്? ഒരിക്കലുമില്ല. നിൻ്റെ കുടുംബജീവിതം തകർക്കും സുമിത്ര, അത് നീ ആലോചിച്ചോ. അവൾ ആരുടെയൊക്കെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവരുടെ കുടുംബമൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. അവർക്ക് എപ്പോഴും ദുരിതത്തിലേക്ക് ചെന്ന് ചാടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ സരസ്വതിയമ്മ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ശീതള്, ഇല്ല അച്ഛമ്മേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ എല്ലാവരെയും നേർവഴിക്ക് നടത്താൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു കുടുംബം തകർക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിൻ്റെ അമ്മ ഓരോ കാര്യത്തിലും ഇടപെടുമ്പോൾ ആ കുടുംബമൊക്കെ തകർന്നു പോയതെന്ന്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിയേ, രോഹിത്തിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അമ്മ കടന്നു ചെന്നു. അവിടെ ശാശ്വതമായോ? ശാശ്വതമായില്ല. രോഹിത്തിൻ്റെ ജീവൻ പോയില്ലേ? ആദ്യം നിൻ്റെ അച്ഛൻ്റെ ഭാര്യയായിരുന്നു സുമിത്ര. നിൻ്റെ അച്ഛനെന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. ആ കുടുംബവും ആകെ തകർന്ന് തരിപ്പണമായി. പിന്നെ അച്ചാച്ചനും നിൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഇടപെട്ടു. പക്ഷേ എന്ത് സംഭവിച്ചു? നിൻ്റെ അമ്മയ്ക്ക് കണ്ണീരൊഴിഞ്ഞിട്ട് വല്ല നേരം ഉണ്ടായിട്ടുണ്ടോ ശീതള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയുടെ വായെ തോന്നിയ കാര്യങ്ങൾ മുഴുവനും അവിടെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് ആകെ സങ്കടം തോന്നി. എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. വേണ്ട അച്ഛമ്മേ, ഏതായാലും ഇങ്ങനത്തെ സംസാരം നമുക്ക് പറയണ്ട. കാരണം 6 വർഷത്തിന് ശേഷം എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് ഞാനിനി തയ്യാറാവില്ല. എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനി അച്ഛമ്മ ഇത്തരത്തിലുള്ള സംസാരം പറഞ്ഞു പോരെന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ അവളുടെ അമ്മയെ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ല, അവൾ അനുഭവിക്കും. ഏതായാലും സുമിത്രയ്ക്കിട്ട് ഞാൻ നല്ലൊരു ഭാര പണിയുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. അവളെ ഞാനങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അവൾ നേരത്തേക്ക് എൻ്റെ കാൽ കീഴിലായിരുന്നു. ഇപ്പോഴും ഇനിയും ഞാൻ അവളെ ഞാൻ എൻ്റെ കാൽ കീഴിലാക്കും എന്ന് സരസ്വതി അമ്മ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും
രഞ്ജിത അവിടെ കിടന്ന് വെപ്രാളം കൊള്ളുക, ഞാൻ ഏതായാലും വക്കീലിനെ പോയി കാണട്ടെ. അപ്പോൾ സുമിത്ര ചോദിക്കണം, എന്തിനാണ് ഇപ്പോൾ വക്കീലിനെ കാണുന്നത്? ആ സുമിത്രേ, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബ വക്കീലാണ്. അതുകൊണ്ട് എനിക്ക് വക്കീലിനെ എപ്പോൾ വേണമെങ്കിലും കാണാം. എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അത് ഈ സിറ്റുവേഷനിൽ തന്നെ വേണോ എന്ന് സുമിത്ര ചോദിക്കണം. വേണം. കാരണം എനിക്ക് സംസാരിച്ചേ മതിയാവുള്ളൂ. എനിക്ക് ഇപ്പോൾ തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീർത്തേ മതിയാവുള്ളല്ലോ. ഏതായാലും വക്കീലിന് വലിയ പരിക്കൊന്നുമില്ലല്ലോ, പിന്നെന്താ നിനക്ക് പ്രശ്നം? നിനക്ക് പോയി കാണാം, സംസാരിക്കാം, എനിക്കെന്താ കണ്ടൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ രഞ്ജിത നേരെ ഐസിയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഐസിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് വല്ലാത്തൊരു ഡൗട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വക്കീലിന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയും നമ്മുടെ സുമിത്രയ്ക്ക് ഉണ്ട്. കാരണം ഇനി വക്കീൽ സത്യം തുറന്ന് പറയുമോ എന്നൊക്കെ ആലോചിച്ച് ഈ സുമിത്രയ്ക്കും ആകെ ടെൻഷനാണ്. അതേപോലെ തന്നെ രഞ്ജിതയ്ക്ക് അതിലേറെ ടെൻഷൻ. അപ്പോൾ രഞ്ജിത നേരെ വക്കീലിൻ്റെ അടുത്ത് കയറി ചെന്നേക്കാണ്. അപ്പോൾ വക്കീലിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനിതൊന്നും അറിയില്ലെന്നോ? അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സുമിത്രയോട് പറയാമെന്ന് വിചാരിച്ചല്ലേ രഞ്ജിത? എൻ്റെ കുടുംബത്തിൽ കയറി നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. എന്നെയും എൻ്റെ ഫാമിലിയെയും വെറുതെ വിട്ടേര്. അതിന് മാത്രം നിങ്ങളോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലെന്നോ? ഇപ്പോൾ എന്നോട് വലിയ ദ്രോഹമല്ലേ നിങ്ങൾ ചെയ്യാനായിട്ട് പോയത്? സുമിത്രയോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടില്ലേ? ആ അവസ്ഥ ഇനി ഉണ്ടാവണ്ടായെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടേ മതിയാവുള്ളൂ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ, അതിലിപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സുമിത്രയുടെ മുന്നിൽ സത്യം പറയാനായിട്ട് നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്ന് ഈ രഞ്ജിത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ സുമിത്രയാണെങ്കിൽ ഇതെന്താണ് രഞ്ജിത്ത് ഇത്ര നേരമായിട്ടും വരാത്തത് എന്നൊക്കെ വിചാരിച്ച് ഈ സുമിത്ര ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുകയാണ് ആ ഗ്ലാസ്സിൽ കൂടി. അപ്പോൾ രഞ്ജിത കാര്യമായിട്ട് എന്തോ വക്കീലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ആകെ ടെൻഷൻ തോന്നിയാണ്. ദൈവം, ഇനിയിപ്പോൾ രഞ്ജിത ഇയാളുടെ മനസ്സ് മാറ്റിയെടുക്കോ? ഇനിയിപ്പോൾ ഇയാളുടെ മനസ്സ് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളിനിപ്പോൾ സത്യം പറയുകയും ചെയ്യില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകെ തലപുകഞ്ഞ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ സുമിത്ര നേരെ ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നിങ്ങളൊരു കാര്യം വിചാരിച്ചോളണം, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ വിജയിച്ചെന്നുള്ളൊരു തോന്നലുണ്ട്, പക്ഷെ നടക്കില്ല അത്. നിങ്ങളുടെ ഭാര്യയെ ഞാൻ പൂട്ടിയിരിക്കും. നിങ്ങളുടെ ഭാര്യ വക്കീലിനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സുമിത്രയുടെ മുന്നിൽ ഒരു നാൾ സത്യം അറിയുക തന്നെ ചെയ്യും. സത്യം അറിയാൻ നേരത്ത് പിന്നെ പഴയതുപോലെ തന്നെ നിങ്ങൾ പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ടി വരും. അത് ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട രഞ്ജിതയുടെ ഭർത്താവിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. അയാളൊരു മണ്ടനാണല്ലോ, എന്ത് കേട്ടാലും ആകെ പേടിച്ച് പറിച്ചൊരവസ്ഥയാണല്ലോ. അങ്ങനെ രഞ്ജിത പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയോട് ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ പറയുകയാണ്, സുമിത്ര ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തി, ഇനി എന്ത് ചെയ്യും രഞ്ജിത? രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അവൾ ഭീഷണിപ്പെടുത്തട്ടെ, പക്ഷേ ഇത്രയും നാള് ഞാൻ അനുഭവിച്ച സ്വത്ത് അത് പെട്ടെന്ന് അവൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അരവിന്ദേട്ടാ? ഒരിക്കലുമില്ല. ഞാൻ ഇനി ഈ സ്വത്ത് അനുഭവിച്ചുകൊണ്ട് തന്നെയിരിക്കും. സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും വേണമെങ്കിലും ഞാൻ പോകും. അത് ഏതറ്റം വരെ വേണമെങ്കിൽ. അരവിന്ദേട്ടാ, ഈ രഞ്ജിതയോട് കളിക്കാൻ ഇതുവരെ സുമിത്ര വളർന്നിട്ടില്ല. അവളെ ഏതറ്റം വരെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷേ ഈ രഞ്ജിത ഒരു സ്വത്തുക്കൾ പോലും ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുകയാണ്. പിന്നീട് നമ്മുടെ സുമിത്ര വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് ശീതളയെ കണ്ട് ശീതള കാര്യങ്ങളെല്ലാം സംസാരിച്ച് ശീതള യാത്ര അയക്കുകയാണ്. അതിന് ശേഷം ഈ സുമിത്ര ഇരുന്ന് പച്ചക്കറി അരികയാണ്. അതിനിടയിൽ സരസ്വതിയമ്മ ചായയും കുടിക്കുകയാണ്. അപ്പോൾ സുമിത്ര എടുത്ത് വായിക്കും, അല്ല രഞ്ജിതയോട് അമ്മയാണോ പറഞ്ഞത് വക്കീൽ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്? ഇത് കേട്ട സരസ്വതിയമ്മ ആകെ ഞെട്ടിയിട്ട്, വക്കീലോ? ഏത് വക്കീൽ? എവിടത്തെ വക്കീൽ? അമ്മേ, ഈ രഞ്ജിതയോട് എന്നെ വക്കീൽ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അമ്മയാണോ എന്ന്, രഞ്ജിതയോട് സത്യങ്ങൾ പറഞ്ഞത് മുഴുവൻ അമ്മയാണോ എന്ന് ഞാൻ ചോദിച്ചത്. എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ സരസ്വതിയമ്മ അവിടെ കിടന്ന് അങ്ങോട്ട് ഉരുണ്ട് കളിക്കുകയാണ്. ഇനി സരസ്വതിയമ്മ സത്യം പറയോ? ഒരിക്കലുമില്ല. സരസ്വതിയമ്മ സത്യം പറയാനായിട്ട് പോകുന്നുമില്ല. അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ച് സുമിത്രയുടെ മനസ്സങ്ങോട്ട് മാറ്റും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം സരസ്വതിയമ്മയാ പറഞ്ഞതെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി എങ്ങനെയായിരിക്കും സത്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്? അപ്പം നമ്മുടെ ഈ കഥ ഇങ്ങനെ നീണ്ട് ഒരു ട്വിസ്റ്റോട് കൂടി തന്നെയായിരിക്കും പോകാനായിട്ട് പോകുന്നത്. അപ്പം ഇനി അനിരുദ്ധിനെ കാണണം, പ്രതീക്ഷിന് എന്ത് സംഭവിച്ചു, പ്രതീക്ഷിനെ കാണണം, ശീതളിൻ്റെ ജീവിതം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും നാളത്തെ എപ്പിസോഡും ഇനിയുള്ള എപ്പിസോഡുകളും എല്ലാവരും കാണണമെന്നും പറയുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.